കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു വയനാട് ഒരു കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത്. ആ വിദ്യാർത്ഥിയുടെ പേരും അധികമാരും മറന്നിട്ടുണ്ടാകില്ല. സിദ്ധാർത്ഥ് എന്നാണ് അവന്റെ പേര്. സിദ്ധാർത്ഥിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തവരൊക്കെ തന്നെയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അതെല്ലാവരെയും നൊമ്പരപ്പെടുത്തുകയാണ്. ഒരുപോലെ സിദ്ധാർത്ഥിന്റെ അമ്മയുടെയും അച്ഛന്റെയോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മലയാളികൾ. മകൻ മരിച്ചപ്പോൾ അനുഭവിച്ച അതേ ദുഃഖം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ തെളിവ് നശിപ്പിക്കാം എന്നുള്ള രീതിയായി. സാക്ഷികളെ സ്വാധീനിക്കാം എന്ന് വരെ എത്തി. അറസ്റ്റിലായ 19 പ്രതികൾക്കും ജാമ്യം ലഭിച്ചത് നിരാശകരമാണെന്ന് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായിരുന്നു സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥാണ് വെറ്റിനറി പഠിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെ വയനാട്ടിലേക്ക് എത്തിയത്. CBI അന്വേഷണം ലഭിക്കുന്നതിനിടയിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്.